ഫൈസി ഡാ എങ്ങോട്ടായി ഓടുന്നത്? നിൽക്ക്. സത്യം പറയ എടുത്തില്ലേ? സത്യം പറഞ്ഞോ? പൊന്നു കൊണ്ടെന്ന് വെച്ച മിഠായി നീ എടുത്തില്ല ഫ്രിഡ്ജിൽ നിന്ന്? മിന്നു കണ്ടു എന്ന് പറഞ്ഞല്ലോ. ഈ കട്ടെടുത്തില്ലേ? നീ കട്ടെടുത്തിട്ടുണ്ട്, അത് നിന്റെ മുഖം പറയുന്നുണ്ട്. എന്തിനാ നീ എടുക്കാൻ പോയത്? അത് അവരെടുത്ത് തരില്ലായിരുന്നു. നിനക്ക് ആവശ്യമുള്ളത് അവർ കഴിക്കുമ്പോൾ കഴിച്ചാൽ പോരായിരുന്നില്ലേ? അതിന് മുന്നേ പോയി എടുക്കാൻ തന്നത് എന്തിനാണ്? കള്ളനാവരുത് കേട്ടോ. കട്ടെടുത്തിട്ട് കള്ളനാവരുത്. എന്താടി ഇവിടെ? അതൊന്നുമില്ല, പൊന്നിൻ്റെ ഫ്രണ്ടിൻ്റെ ഉപ്പ് ഗൾഫിൽ നിന്ന് വന്നിട്ട് 2 മിഠായി കൊടുത്തു. അവളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചതാ. അതിപ്പോൾ ഫൈസി എടുത്ത് കഴിച്ചിരിക്കുക. അവൻ എടുത്തിട്ടുണ്ടോ? അതെ, അവൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അവനോട് ചോദിച്ചിട്ട് അവൻ സമ്മതിച്ച് തരുന്നേ ഇല്ല. കുറേ സമയമായി ഞാൻ ചോദിക്കുന്നു. അത് മിന്നു മക്കള് കണ്ടടാ. അതെ, സാറില്ല കേട്ടോ. മൂത്തപ്പ വരുമ്പോ കൊണ്ടുവരാൻ പറയാം. അപ്പൊ മക്കള് ചെല്ല്. ശരി, നീ ചെല്ലടി. ഇങ്ങ് വന്നേ. അത് മേമ വെറുതെ പ്രാങ്ക് ചെയ്തതല്ലേ, അതിനൊക്കെ അറിയുന്നത്. സാറില്ല കേട്ടോ, പോട്ടെ. കരയണ്ട, പോയി കിടന്നുറങ്ങിക്കോട്ടോ. ചെല്ല്. ഹലോ, ഐക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല, ഒന്നുമില്ല, വീട്ടിലേക്കൊന്നും വേണ്ട. പക്ഷെ ഗൾഫ് മിഠായി ഇല്ല, അതൊരു 10 വാങ്ങിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഷോപ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കൂ. അർജന്റാണ്. അതൊന്നുമില്ല, നമ്മുടെ മിന്നു അവളുടെ കൂട്ടുകാരുടെ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ടേ 2 മിഠായി കൊടുത്തിട്ടുണ്ട്. അവളത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ അത് ഫൈസി അറിയാണ്ട് അത് എടുത്ത് കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കുറച്ച് അത് കുഴപ്പമില്ല, പ്രശ്നമാക്കാനൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ മിഠായി അങ്ങോട്ട് തിരിച്ചു കൊടുക്കാൻ വെച്ചിട്ടാണ്. ശരി ശരി. നീ ഉറങ്ങിയോ? ഇല്ലില്ല. ഇല്ല, പിള്ളേർ ഉറങ്ങിയോ? അയ്യോ കഷ്ടായി. ഇതേ ഇക്ക വരുമ്പോൾ കൊണ്ടുവന്ന മിഠായി ഗൾഫ് മിഠായി കണ്ടിട്ട് അവർ എഴുന്നേറ്റിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ രാവിലെ കൊടുത്തു. പിന്നെ ഇനി അവനോട് അങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ. കാരണം അവന് 5 വയസ്സല്ലേ ഉള്ളടിയായിട്ട്. ഇതെടുക്കാൻ പറ്റുമോ അതെടുക്കാൻ പറ്റുമോ അതൊന്നും തിരിച്ചറിയാനുള്ള പ്രായവനായിട്ടില്ലല്ലോ. ഫ്രിഡ്ജിൽ കണ്ടപ്പോൾ അവനെടുത്തു. അതിന് മിന്നു കൊണ്ടുവന്ന് വെച്ച് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അത് എടുക്കാൻ പാടില്ല എന്നറിയാനുള്ളൊരു ബുദ്ധി അവനായിട്ടില്ലല്ലോ. ബെഡ്റൂമിൽ കയറിയിട്ട് അവൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നീ വഴക്ക് പറഞ്ഞെങ്കിൽ എനിക്ക് വിഷമം ഉണ്ടായിരുന്നില്ല. ഇത് കിച്ചണിലല്ലേ ഫ്രിഡ്ജിരിക്കുന്നത്. എന്നാൽ അവനറിയില്ലല്ലോ ഇന്ന ആൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ, എനിക്ക് എടുക്കാൻ പറ്റില്ല എന്ന്. മിന്നും പൊന്നും കണ്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്കത് അവനോട് ചോദിക്കാതെ അറിയാലോ അവൻ എടുത്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ കഴിച്ചു കഴിഞ്ഞൊരു സാധനം ചോദിച്ച് വഷളാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ശരി, നീ കിടന്നു.